ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ കഴിഞ്ഞ ദിവസം പിടികൂടിയ രണ്ട് സംവിധായകര, രണ്ടുപേരും ജനപ്രിയ ചിത്രങ്ങളുടെ സംവിധായകന. അപ്പോൾ ഷൈൻ ടോം ചാക്കോ പിടിയിലായതുമായി ബന്ധപ്പെട്ട് മലയാള സിനിമ ഇത്തരത്തിലുള്ള ലഹരിക്ക് അടിമയാണെന്നൊക്കെ പറയുന്നു. ഇതിനിടയിലാണ് രണ്ട് യുവ സംവിധായകർ പിടിയിലാകുന്നത്. അപ്പോൾ ജനപ്രിയ സിനിമ എടുക്കുന്നു, അല്ലെ ജനപ്രിയ നടന്മാരോ എന്നൊക്കെ പറഞ്ഞാൽ ഇത്തരം ലഹരി ഉപയോഗിക്കണമായിരിക്കും അല്ലേ മലയാള സിനിമയിൽ? ജനപ്രിയ സിനിമയും അവരുടെ സ്വഭാവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലല്ലോ. സിനിമ അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്, ഒരു കലയാണ്. ഇത് ഈ സിനിമയിലെ കഞ്ചാവിനെ കുറിച്ച് ആണ് കൂടുതൽ ചർച്ച. സമൂഹത്തിലുള്ള മറ്റ് മേഖലയിൽ പകരുന്ന ഈ ലഹരി വ്യാപനത്തെക്കുറിച്ച് അധികം ചർച്ച ചെയ്യപ്പെടുന്നില്ല. സിനിമയായതുകൊണ്ട്, അത് ഒരു സെലിബ്രിറ്റികളായതുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നതാണോ കൂടുതൽ, അല്ലെങ്കിൽ സിനിമാ രംഗം മൊത്തം എങ്ങനെയാണ് എന്ന് പറയുന്നതാണോ എന്നെനിക്കറിയില്ല. സിനിമയിൽ അപൂർവം ചിലരിത് ഉപയോഗിക്കുന്നു, പ്രത്യേകിച്ച് ചെറുപ്പക്കാരാണ്. കുറച്ച് സീനിയറായിട്ടുള്ളവർ അവരത്യാവശ്യം മദ്യപിക്കുകയല്ലാതെ ഈ രാസലഹരിയോ അല്ലെങ്കിൽ കഞ്ചാവോ ഒന്നും ഉപയോഗിക്കുന്നതായിട്ട് അറിയുന്നില്ല. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ലോകം മൊത്തം ആരാധിച്ചിരുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിൽ ആരാധിക്കപ്പെട്ടിരുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു, ജോൺ അബ്രഹാം നിരന്തരമായി ലഹരി ഉപയോഗിക്കുന്ന, അതായത് കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളായിരുന്നുവെന്ന് മാലോകർക്ക് മുഴുവൻ അറിയാം. ഒരിക്കൽ കഞ്ചാവ് അടിച്ച് ബോധം പോയി IFFK നടക്കുമ്പോൾ, ട്രിവാൻഡ്രം ഫെസ്റ്റിവൽ നടക്കുമ്പോൾ, അവിടേക്ക് സദസ്സിന് മുമ്പിലേക്ക് വന്ന് കംപ്ലീറ്റ് വസ്ത്രമെല്ലാം ഊരിയെറിഞ്ഞൊരു ജോൺ അബ്രഹാമുണ്ട്. അന്നെല്ലാവരും കൈയടിച്ചു, കൂക്കി പിടിച്ചു. പക്ഷേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്നോ പോലീസിനെ ഏൽപ്പിക്കണമെന്നോ അയാളെ ശിക്ഷിക്കണമെന്നോ ആരും പറഞ്ഞില്ല. അക്കാലഘട്ടത്തിൽ തന്നെ ലഹരി ഉപയോഗിക്കുന്ന നമ്മുടെ മൺമറഞ്ഞു പോയ പല സംവിധായകരും തിരക്കഥാകൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. ആ കാറ്റഗറിയിൽപ്പെട്ട ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു ഛായാഗ്രാഹകനുണ്ട്. തലയൊക്കെ നിറച്ച് താടിയൊക്കെ നിറച്ച അവസ്ഥയിലാണെങ്കിലും ഇന്നും നിത്യവും കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണ്. എനിക്ക് കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ കഞ്ചാവ് ഉപയോഗിച്ച് അയാൾക്ക് ചില ഈ ആക്രമണ സ്വഭാവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിളായിട്ട് ചില സിനിമകളിൽ ചെന്ന് ഒരാഴ്ചയൊക്കെ ക്യാമറമാനായിട്ട് വർക്ക് ചെയ്യും, അവിടുന്ന് അടിയുണ്ടാക്കും, ഫുൾ റെമ്യൂണറേഷൻ മേടിച്ച് തിരിച്ചു പോകും. അദ്ദേഹം സംവിധായകനും കൂടെയാണ്, ക്യാമറമാനാണ്. ഒരു സിനിമ, ഒരു വലിയ സംഘടന ചെയ്യുന്ന ഒരു സിനിമ അദ്ദേഹം സംവിധാനം ചെയ്യാം, ക്യാമറ ചെയ്യാം. പറഞ്ഞിരുന്ന റെമ്യൂണറേഷൻ 90 ലക്ഷം രൂപയാണ്. 1 കോടി രൂപയ്ക്ക് 10 ലക്ഷം രൂപ കൊടുക്കും. പക്ഷെ അവിടെ നിന്നും വഴക്കുണ്ടാക്കിപ്പോയി. സാമാന്യ ബുദ്ധിയുള്ള ഒരാൾ ഇത്രയും വലിയ റെമ്യൂണറേഷൻ കിട്ടുന്ന, അല്ലെ അത്രയും വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കാവുന്ന ഒരു സിനിമ ഇട്ടിട്ട് പോകും. അതൊക്കെ ഈ ലഹരിയുടെ ബാക്കി പത്രമാണ്. ഈ ലഹരി നിരന്തരമായി ഉപയോഗിക്കുന്നുണ്ട്. പിന്നീട് ഈ ലഹരിയുടെ വ്യാപനത്തെ, പിന്നീട് ഞാൻ പറഞ്ഞില്ലേ, ഞാനൊക്കെ 10, 35, 40 വർഷമായിട്ട് സിനിമാ രംഗത്തുള്ള ആളുകളാണ്. ചില നടന്മാർ അത്യാവശ്യം ഒരു കഞ്ചാവ് ബീഡിയൊക്കെ 2 പുകയെടുക്കും, നമ്മളറിയപ്പെടുന്ന സൂപ്പർ സ്റ്റാറുകൾ വരെ. പക്ഷെ അവരാരും സെറ്റിൽ ബഹളമുണ്ടാക്കുകയോ അല്ലെങ്കിൽ സിനിമയ്ക്ക് ഒരു ദോഷമുണ്ടാക്കുന്ന തരത്തിൽ ചെയ്തിട്ടില്ല. ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാഗമായിട്ട് ഒരു 2 പുക തന്നി, ഒരു കമ്പനിക്ക് എന്നൊക്കെ പറയുന്നത് വല്ലപ്പോഴും അപൂർവമായി. എന്നാൽ ഇന്നതല്ല. രാത്രി 2 മണിക്കാണ് ഈ 2 സംവിധായകരെ ഫ്ലാറ്റിൽ നിന്നും പിടിച്ചതെന്ന് പറയും. അവർ പറയുന്നത് സിനിമയുടെ ഡിസ്കഷനാണ്. സിനിമയുടെ ഡിസ്കഷൻ ആയിരിക്കാം, അത് ചിലപ്പോൾ 2 മണി വരെയോ 4 മണി വരെയൊക്കെ പോയേക്കാം. എന്നാൽ അതിനിടയിൽ ഈ ലഹരിയും കൂടെ കൂടി പിടിക്കുമ്പോൾ അത് ഏത് തരം ഡിസ്കഷനായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. രണ്ടാമതൊരു കാര്യം, ഇത് അവരുടെ കൂടെയുള്ള സഹപ്രവർത്തകരായി കൂടെ നിൽക്കുന്ന ആരോ ഒറ്റിക്കൊടുത്തിട്ടാണ് ഇത് പിടിക്കപ്പെട്ടത്. ഞാൻ പറയുന്നത് നല്ല കാര്യം തന്നെയാണ്. അറസ്റ്റ് ചെയ്ത് പെട്ടെന്ന് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. കാരണം 1.5 ഗ്രാമേ കഞ്ചാവ് ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. ഞാൻ പറയുന്നത് ഒരിക്കലും അത് ചെയ്യരുത്. സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ പാടില്ല. നിയമം അങ്ങനെയാണ് പറയുന്നതെങ്കിലും ഇവരെ വിടണമെങ്കിൽ ഇവർക്കാരിത് സപ്ലൈ ചെയ്യുന്നു, അതിൻ്റെ കേന്ദ്രത്തിലേക്ക്, അതിൻ്റെ പ്രഭവ കേന്ദ്രമുണ്ടല്ലോ, അവിടേക്ക് പോകണ്ടേ? അതല്ലേ പോലീസ് ചെയ്യേണ്ടത്. ഇനി 1.5 ഗ്രാമേ പിടിച്ചുള്ളൂ എന്നുള്ള സംശയം പിന്നെയും ബാക്കി കിടക്കുക. ചിലപ്പോൾ ചില പോലീസുകാർക്കൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ കസ്റ്റംസുകാർക്ക്, എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് ഈ സെലിബ്രിറ്റിയാണെന്ന് പറയുമ്പോൾ അവർക്കൊരു ആരാധന പോകും. അത് മറ്റൊരു കാര്യമാണ്. ആദ്യം ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞുതരാം, സംവിധായകരാണെന്നും പറഞ്ഞില്ല, ഞങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റുകളാണ്, ഞങ്ങൾ വായിച്ചോന്ന് എനിക്കറിയില്ല. അവർ പറഞ്ഞത് ഞാൻ എന്ന സിനിമയിലൊക്കെ ഡ്രൈവറുടെ വേഷം അഭിനയിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ്. പിന്നെ അവർ വിക്കിപീഡിയ എടുത്തിട്ട് ഇവരുടെ പേര് വെച്ച് നോക്കിയപ്പോഴാണ് ഇവർ സംവിധായകരാണെന്നൊക്കെ അറിയുന്ന പോലീസ്. അപ്പോൾ ചിലപ്പോൾ ഒരു ചെറിയ ആരാധന മോന്നിട്ട് ഈ 1.5 ഗ്രാമേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞതാവാം. എൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നറിയില്ല. എന്തായാലും അറസ്റ്റ് ചെയ്തു, സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു.
ഞാൻ പറയുന്നു, ഇവരെയൊക്കെ പിടിച്ച് ചോദ്യം ചെയ്താൽ ഇതിൻ്റെ കൃത്യമായ ഉത്ഭവം എവിടെ നിന്നാണ് ഇത് വരുന്നത്, ആരാണിത് തന്നത്, ആ തന്നവനെ പിടിച്ചാൽ അവന് കിട്ടിയ സ്ഥലം അറിയാം. അല്ല, അങ്ങനെ ആ റൂട്ട് തേടി പോയാൽ പിടിക്കാൻ പാടില്ലേ? അപ്പോൾ ആരാണ് ഇതിൻ്റെ കുറ്റക്കാർ? ഉപയോഗിക്കുന്നവരെക്കാൾ കുറ്റക്കാർ അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന നിയമപാലകരാണ് എന്ന് എനിക്ക് പറയാൻ കഴിയും. ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ഉപയോഗമുണ്ടെങ്കിൽ മാത്രമേ അവൻ്റെ കല അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ കൂടുതലൊരു ഉദ്ദീപനം ഉണ്ടാകൂ. അങ്ങനെയൊക്കെ ഉണ്ടോ? ഞാൻ കഞ്ചാവ് ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ ഞാൻ മദ്യപിച്ചിട്ടുണ്ട്. ഈ മദ്യപിക്കുന്നത് നമ്മുടെ ചിന്താശേഷി കൂട്ടാനാണ് എന്നൊക്കെ പറയുന്നത് തെറ്റാണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും, മദ്യപിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട്. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയാം. 1-2 പെഗ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഒരു സ്ഥിരബോധം പോവുകയാണ്. സദ്ബുദ്ധി എന്ന് പറയുന്ന സംഭവം നഷ്ടപ്പെടും. പിന്നെ നമ്മൾ കൂടുതൽ വാചാലനാവും. പ്രത്യേകിച്ച് ചിന്താശേഷിയൊന്നുമില്ല. ഇക്കാര്യത്തിൽ ഈ കഞ്ചാവ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു പുതിയ തലമുറ ഉപയോഗിക്കുന്നൊരു വാചകമില്ലേ, കിളി പോയി. അപ്പോൾ പിന്നെ എന്ത് ചിന്താശേഷി ഉണ്ടാവാനാണ്? ഇതൊരു കള്ളം പറച്ചിലാണ്. ഇതിന് അഡിക്റ്റായിപ്പോയി, ലഹരിക്ക് അഡിക്റ്റാണ്. മദ്യപിച്ച് അത് കിട്ടാതെ കൈവിറയ്ക്കുന്നവരെ കണ്ടില്ലേ? ശിവറിയും സമയത്ത് കിട്ടിയില്ലെങ്കിൽ അതവരുടെ ആൽക്കഹോള് ശരീരം ആവശ്യപ്പെടും എന്ന് പറഞ്ഞതുപോലെ MDMA ഉപയോഗിച്ച ഒരാൾ, അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാൾ എന്നോട് പറഞ്ഞതാണ്, സിനിമാ രംഗത്തുള്ള ആൾ തന്നെയാണ്. വൺസ് ഇത് ഉപയോഗിച്ചാൽ അതിൽ നിന്ന് മോചനമില്ല, വീണ്ടും അത് ഉപയോഗിക്കണമെന്ന് ആഗ്രഹം തോന്നുകയാണ്. അയാൾ പറഞ്ഞത്, ഇത് ആദ്യമായി ഉപയോഗിച്ചിട്ട് ഇയാളൊരു കാറിൽ യാത്ര ചെയ്യാണ്, ഡ്രൈവർ ഉണ്ട്. ഒരു പാലത്തിൻ്റെ നടുവിലെത്തിയപ്പോൾ ഇയാൾ വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് ഡോർ തുറന്നിറങ്ങി. ഇറങ്ങിയിട്ട് പാലത്തിൻ്റെ അവിടെ പോയി നിൽക്കുകയാണ്, പുഴയിലേക്ക് നോക്കും. ഇയാൾ പറയുന്നത്, എനിക്ക് ചാടണമെന്നാണ് തോന്നുന്നത്. വെള്ളത്തിലേക്ക് ചാടണം. അയാൾ ആ കൈവരിയിൽ നിന്ന് കാലെടുത്ത് വെക്കുന്ന ഡ്രൈവർ ഓടി വന്ന് പിടിച്ചു. ബലമായി, ഭയങ്കര സ്ട്രഗിൾ ഉണ്ടായി, ബലമായി വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോയി. അടുത്ത ദിവസം രാവിലെ, ഇത് രാത്രിയാണ് സംഭവിച്ചത്, രാവിലെ ഇയാൾ പരിഭ്രാന്തനാണ് ഇത് കിട്ടാഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹത്തെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണിച്ച് വിശദമായ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടാണ് അയാൾ രക്ഷപ്പെട്ടത്. അയാൾ പറയണം, ഞാൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പക്ഷേ ഇത് മനസ്സിലാവാതെ, അല്ലെ സുഹൃത്തുക്കൾ സഹായിക്കാനില്ലാതെ, അല്ലെ വീട്ടുകാർക്ക് മനസ്സിലാവാതെ ഇത് നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തിൻ്റെ മകൻ ചെന്നൈയിൽ പഠിക്കാൻ പോയതാണ്. നല്ല പയ്യനായിരുന്നു. +2 കഴിഞ്ഞവൻ എഞ്ചിനീയറിംഗ് പോയതാണ്. അവിടെ ചെന്ന് കൂട്ടുകാരുടെ കൂടെ പെട്ടു, രാസലഹരിക്ക് അഡിക്റ്റായി, കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ തിരിച്ചെത്തി. ഇവിടെ വന്നിട്ട് ഇവനിത് ഉപയോഗിക്കാൻ നിൽക്കാൻ പറ്റില്ല. ഇവൻ ചെയ്തത് ഐഫോണൊക്കെ തവണകളായിട്ട് EMI ആയിട്ട് മേടിക്കുന്നു. അപ്പൻ്റെ ആധാർ കാർഡൊക്കെ കൊണ്ടുപോയിട്ട് മേടിക്കുന്നു. അടുത്ത ദിവസം ഇത് വിൽക്കുന്നു, ഗ്രേ മാർക്കറ്റിൽ വിൽക്കുകയാണ്. ആ കിട്ടുന്ന ചെറിയ വിലയ്ക്ക് കൊടുക്കുകയാണ് ഈ രാസലഹരി മേടിക്കാൻ വേണ്ടി. അങ്ങനെ ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോയി. തിരിച്ചൊരു മാസം കഴിഞ്ഞപ്പോൾ രക്ഷപ്പെട്ടു എന്ന് കരുതി വന്നു. ഇവൻ പോയി വീണ്ടും ഉപയോഗിച്ചു. വീടിൻ്റെ ഗ്ലാസ്സെല്ലാം ഞാൻ കണ്ടതാണ്, ഗ്ലാസ്സെല്ലാം അടിച്ചു പൊട്ടിച്ചു. അമ്മയെ കൊല്ലാൻ ചെന്നു. പ്രിയപ്പെട്ട അമ്മയാണ്. അവിടെ നിന്ന് വീണ്ടും കൊണ്ടുപോയി മറ്റൊരു ഡി അഡിക്ഷൻ സെൻ്ററിൽ. 2 മാസം കഴിഞ്ഞു. ഇവർ ഇടയ്ക്കൊന്ന് കാണാൻ ചെന്നപ്പോൾ പറഞ്ഞു, നിങ്ങളെന്നെ രക്ഷപ്പെടുത്താൻ കൊണ്ടുപോയിട്ടിരിക്കുകയല്ലേ, ഞാൻ ഇറങ്ങിയാൽ ഇത് തന്നെ ചെയ്യും. ആ മകൻ പറയുന്ന, ആ അച്ഛനും അമ്മയും അമ്മയുടെ കരച്ചിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ടീച്ചറാണ്, സ്കൂൾ ടീച്ചറാണ്. ഞാൻ അത് കണ്ടതിന് ശേഷം എൻ്റെ മക്കളോട് പറഞ്ഞു, അവനെ ആരെങ്കിലും കൊണ്ടുവന്ന് ഇതൊന്ന് പരീക്ഷിക്കുമെന്ന് നോക്കുമെന്ന് പറഞ്ഞാൽ ചെയ്യരുത്. ഈ അനുഭവങ്ങളാണ്. ഇങ്ങനെ ഒരുപാട് പേരുടെ. അപ്പം സിനിമയിൽ ഇപ്പോൾ പോലീസ് പറഞ്ഞ എന്താണ്, ഈ ഖാലിദ് റഹ്മാനും ഹംസയും നിരന്തരമായി ഇത് ഉപയോഗിക്കുന്നവരാണ് എന്നവർ സമ്മതിച്ചു. അപ്പോൾ ഈ ഫ്ലാറ്റിൽ നിരന്തരം ഇവർ വരികയും അത് കാണുകയും ചെയ്ത ആളുകളൊക്കെ തന്നെ പോലീസിനും അല്ലെങ്കിൽ എക്സൈസിനും ഇത് അറിയിച്ചിട്ടും ഉണ്ടാകാം. ഇവരെല്ലാ ദിവസവും രാത്രിയിൽ ഇങ്ങനെ വരുന്നു, സ്ഥിരമായി രാത്രി. മാത്രമല്ല സമീർ താഹിർ എന്ന് പറയുന്ന ഒരു ക്യാമറാമാൻ സംവിധായകൻ്റെ ഫ്ലാറ്റാണ്. അപ്പോൾ ആ ഫ്ലാറ്റിൽ മറ്റ് 2 പേർ സ്ഥിരമായി വരുന്നു. ഇവർ അദ്ദേഹമൊക്കെ ഇതിൻ്റെ കടി തന്നെയാണ്. അദ്ദേഹമൊക്കെ ഇതിൽ, അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഞാനിപ്പോൾ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, കൃത്യമായിട്ട് അറിയാം അത് ഉപയോഗിക്കുന്ന ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ. അത് ഇൻഡസ്ട്രിക്ക് എല്ലാം അറിയാം, ഇൻഡസ്ട്രിയിൽ ഓൾമോസ്റ്റ് അറിയാം. പക്ഷെ ആരും പറയില്ല. ആരും പറയാത്ത എന്തുകൊണ്ട് പറയൂ? നമ്മളൊരാളെ കുറിച്ച് അങ്ങനെ പറയുമ്പോൾ അവരുടെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന വേദനയുണ്ട്. ആ വ്യക്തിയെ വിടൂ.
പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഷൈൻ ടോം ചാക്കോ അദ്ദേഹത്തെ വിളിച്ച് ഫെഫ്കയിലൊക്കെ വന്നപ്പം അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ സങ്കടപ്പെടുകയാണ്. നീ നല്ലവനായിട്ട് സിനിമയിലേക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറയുന്നത് എന്താണെന്നറിയാം? എനിക്ക് സിനിമയും വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് ജീവിതത്തിലേക്കൊന്ന് തിരിച്ചു വന്നാൽ മതി. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ അഡിക്റ്റായി പോയവൻ്റെ കണ്ണീരാണ്. എനിക്ക് പറ്റുന്നില്ലല്ലോ, ഒരു സാധാരണ മനുഷ്യനായി ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് തോന്നുന്ന അവൻ്റെ സങ്കടം നമ്മളതും കാണുന്നു. ഈയിടെ ഇന്ന് രാവിലെ തന്നെ ദുബായിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു. ചില വീഡിയോ ഒക്കെ കണ്ടിട്ട്, യൂട്യൂബിൽ വീഡിയോ കണ്ട് സങ്കടം തോന്നുകയാണ്. ഒരു വലിയ തിരക്കുള്ള അല്ലെങ്കിൽ മാർക്കറ്റുള്ള ഒരു നടനും ഭാര്യയൊക്കെ ഇതിൻ്റെ അടിമകളാണെന്ന് പറയുന്നു. ശരിയാണോ സർ? ഞാൻ പറഞ്ഞു ശരിയാണ്. ആ നടൻ സെറ്റിൽ വന്നിട്ട് പെട്ടെന്നൊരു പോക്കാണ്, ചിലപ്പോൾ 3-4 ദിവസം കഴിഞ്ഞ് വരൂ. എന്തുകൊണ്ടാരും പ്രതികരിക്കുന്നില്ല? കാരണം ആ നടന് മാർക്കറ്റുണ്ട്, ആ നടൻ്റെ സിനിമ നന്നായി വിറ്റുപോകും. അപ്പോൾ അയാളെ ഉപദ്രവിക്കണ്ട, അയാളെ പിണക്കണ്ട, അയാൾക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കണ്ട, എങ്ങനെയെങ്കിലും ഈ സിനിമയും തീർത്തെടുത്താൽ നമുക്ക് ഉള്ള കാശ് കിട്ടുമല്ലോ. ആ ചിന്ത പോലും ഈ സമൂഹത്തോട് ചെയ്യുന്ന ഒരു ദ്രോഹമാണ്. ഞാൻ പറയുന്നത്, ആ നടൻ എത്രയോ ഭാവിയുള്ള നടനാണ്. ഇപ്പോൾ മമ്മൂട്ടിയും മോഹൻലാലും 45 വർഷമായിട്ട് മലയാള സിനിമയിൽ നിൽക്കുന്നു. അവർ ഉണ്ടാക്കിയെടുത്ത ഒരു കസേരയുണ്ട്, അതിനവർ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് അല്ലേ? ഉണ്ട്. അവർ ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ മമ്മൂട്ടിയുടെ ഞാൻ പറഞ്ഞില്ല, ഡയറ്റിൻ്റെ കാര്യം വരെ അറിയാം. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ആഹാരം കഴിക്കാൻ. പക്ഷേ എൻ്റെ ശരീരം, ഞാൻ സിനിമയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യപ്പെട്ട ആളാണ്. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതചര്യയിലും ചില കൃത്യത ഉണ്ടാവണമെന്ന് വിചാരിക്കുന്ന മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ളവർ. ഇപ്പോൾ ഈ പറയുന്ന ലഹരി പറയുന്ന ആ മനുഷ്യനൊക്കെ എത്രയോ വർഷങ്ങൾ കിടക്കുകയാണ് സിനിമയിൽ വലിയ ഭാവിയുമായിട്ട്. അത്ര മനോഹരമായിട്ട് അഭിനയിക്കും. അഡ്വക്കേറ്റ് എ ശിവശങ്കർ വരെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, അയാളുടെ കണ്ണുകൾ കണ്ടാൽ അറിയാം ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്ന്. ചിലപ്പോൾ ഈ ലഹരി ഉപയോഗിച്ചിട്ടാണോ ഇത്രയും മനോഹരമായി അഭിനയിക്കാൻ കഴിയുന്നവരെ ആലോചിച്ചിട്ടുണ്ടെന്നാണ് ജയശങ്കർ പറഞ്ഞത്. അങ്ങനെ പിന്നെ ചിലരുടെ പല്ല് പൊടിയുന്നു, എല്ല് പൊടിയുന്നു. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും പിന്നെയും പുതിയ തലമുറ എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്? ഈ ഹൈബ്രിഡ് കഞ്ചാവ് ഇത് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിയമാനുസൃതമാക്കി, ലീഗലാണ്, ഇത് കൃഷി ചെയ്യാം. ചില കന്യാസ്ത്രീ മഠങ്ങളിൽ വരെ ഇത് കൃഷി ചെയ്യുന്നു. അത് അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയല്ല, മരുന്നിന് വേണ്ടിയാണ്, മെഡിസിൻ ഉണ്ടാക്കാൻ. ഇവിടെ നമുക്കത് അനുവദനീയമല്ല. ഈ ഹൈബ്രിഡ് കഞ്ചാവ് വളർത്തുന്നത് മുറികളിലാണ്, അടച്ചിട്ട സ്ഥലങ്ങളിലാണ്, മണ്ണിലല്ല, സൂര്യപ്രകാശം ഏറ്റിട്ടല്ല അത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ലഹരി കൂടുതലാണെന്നാണ് പറയുന്നത്. അത് 2 പുകയെടുത്താൽ തന്നെ പിന്നെ കിളിപോയ അവസ്ഥയാണ്. ഈ കിളിപോയ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ ഇനി? അല്ല, അവർക്ക് പിന്നെയും ഇതിൻ്റെ അഡിക്ഷൻ അതാണെന്ന്. ഒരു നോർമൽ അവസ്ഥയ്ക്ക് വരുമ്പോൾ പിന്നെയും അതേ അവസ്ഥയിലേക്ക് പോകണം തോന്നുക, പറന്ന് നടക്കുക എന്നൊക്കെ പറയില്ലേ. ഈ ഇപ്പോൾ പറയുന്ന ജനപ്രിയ സംവിധായകരെന്ന് പറയും, അതിലൊരു സംവിധായകൻ്റെ സിനിമ ഇപ്പോൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മക്കൾ അത് കാണാൻ പോയിട്ട് അവർ യുവത്വം, ഇപ്പം നമ്മൾ കാണാൻ പോയിട്ട് അത് മോശമാണെന്ന് പറഞ്ഞാൽ അത് അമ്മാവൻ കോംപ്ലക്സ് ആണ് എന്നൊക്കെ പറയും. എൻ്റെ മക്കൾ +2 പഠിക്കുന്ന മകനും 23 വയസ്സായ മകളും പോയിട്ട് അവർ പറഞ്ഞു പന്ന സിനിമയാണ് എന്ന് തന്നെ പറഞ്ഞു. ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ അഭിപ്രായം പറയുന്നില്ല. അപ്പോൾ യുവതലമുറ ഏറ്റെടുക്കുന്നത് ഇവരുടെ സിനിമകളാണെങ്കിൽ ഈ അറസ്റ്റിന് ഒരു സത്യം പറയാം, ഈ അറസ്റ്റിന് മുമ്പ് ആണ് ഇവർ ഈ സിനിമ കാണാൻ പോയത്. പറഞ്ഞത് ഇത് കഞ്ചാവ് അടിക്കുന്നവരാണോ ഇത് ഉണ്ടാക്കിയെന്നാണ് സത്യം പറഞ്ഞ ചോദ്യം. കാരണം എന്തൊക്കെയോ കാണിച്ചു പോകുന്നു ഇങ്ങനെ. അവിടെയാണ് നമ്മൾ നേരത്തെ തുടരുമെന്ന സിനിമയെക്കുറിച്ച് പറഞ്ഞത്. അതെ, മനുഷ്യൻ്റെ മനസ്സിലേക്ക് കയറും, മറ്റേതല്ല. അവരുടെ തലച്ചോറിനകത്ത് ഇത് നിൽക്കുകയാണ്, പുക നിൽക്കിയല്ലേ. അതെ, ഈ പുകച്ചുരുളിനിടയ്ക്കിരുന്ന് എന്തൊക്കെയോ വിഭ്രാന്തിയോടെ എടുത്തു കൂട്ടുന്നതാണ് സിനിമ. അപ്പം ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകട്ടെ, മലയാള സിനിമ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. മലയാള സിനിമ തിരിച്ചു വരും,
അങ്ങനെയുള്ള സംവിധായകരും വരുന്നുണ്ട്. ഞങ്ങൾക്ക് ലഹരി വേണ്ട, നോ ഡ്രഗ്സ് എന്ന് കൈകൂപ്പിയും കൈ ഉയർത്തിയും പറയുന്ന തലമുറ മലയാള സിനിമയിൽ ഉണ്ടാകും. അത് ഒരു പുതിയ മാറ്റത്തിന് തുടക്കം കുറിക്കും എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.